ഞാനിപ്പോൾ നിൽക്കുന്നത് മുനമ്പത്ത് ഭൂസംരക്ഷണ സമിതിയുടെ സമരപ്പന്തലിന് മുന്നിലാണ്. ഇന്ന് നടക്കുന്ന പാർലമെന്റ് സമ്മേളനം ഒരു TV സമരപ്പന്തലിൽ വെച്ച് ലൈവായി അവിടെ പ്രക്ഷേപണം ചെയ്ത് ഹിന്ദിയിലും ഇംഗ്ലീഷിലും പറയുന്ന കാര്യങ്ങൾ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത് ഉറ്റ് നോക്കിക്കൊണ്ട് അവരിയ്ക്കുകയാണ്. ഏത് പാർട്ടിക്കാരാണ് അവർക്കൊപ്പം ഇന്നുള്ളതെന്ന്. പാർലമെന്റിൽ പോയി ഹിന്ദിയിലും ഇംഗ്ലീഷിലും എന്തൊക്കെയോ പറഞ്ഞിട്ട് അത് മനസ്സിലാകാത്ത പാവപ്പെട്ട മലയാളികളെ ഇവിടെ വന്ന് മലയാളത്തിൽ വേറെ വാക്ക് പറഞ്ഞു വഞ്ചിക്കുന്ന, ഇതുവരെ വഞ്ചിച്ച രാഷ്ട്രീയക്കാരെ ഇന്നു മുതൽ നമ്മുടെ ആളുകൾ തിരിച്ചറിയും. വഖഫ് അമെന്റ്മെന്റ് ബില്ലിനെ എതിർക്കുമെന്ന് പറഞ്ഞ് ഇന്ന് പാർലമെന്റിലേക്ക് പോയിട്ടുള്ള കേരളത്തിൽ നിന്നുള്ള 19 പേരെയും കിടപ്പാടം നഷ്ടപ്പെട്ട, ജനിച്ച മണ്ണിൽ നിന്നും എന്താണ് കാരണമെന്ന് പോലും അറിയാതെ ഇറങ്ങിപ്പോകേണ്ടി വരുന്ന ജനം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഇവിടെ ഇങ്ങനെ ഭാരിച്ച് നടന്ന LDF, UDF നിങ്ങളുടെ ഇരട്ട മുഖം ഇപ്പോൾ പുറത്താകാൻ പോവുകയാണ്. മതേതരത്വമാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അത് എല്ലാ മതങ്ങളോടും ഒരുപോലെ പ്രകടിപ്പിച്ചുകൊണ്ട് ഇവിടെ നിങ്ങൾ അത് തെളിയിച്ചു കാണിക്കും. അതല്ല നിങ്ങളുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണ്, ആരെയാണ് നിങ്ങൾ പരിപോഷിപ്പിക്കാൻ നോക്കുന്നത്, ആർക്കൊപ്പമാണ് നിങ്ങൾ നിലകൊള്ളുന്നത് എന്നത് തിരിച്ചറിയാൻ വേണ്ടി തന്നെയാണ് ഇവിടെ ഈ ജനം നിലയുറപ്പിച്ചിരിക്കുന്നത്. പാർലമെന്റിലെ ചർച്ച തീരുമ്പോൾ നമുക്ക് കാണാം ഇവിടെ എന്തൊക്കെ രാഷ്ട്രീയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന്.